വിശദമായി കടക്കുമ്പോൾ ഭൂരിപക്ഷം അഭിഭാഷകരും ഒപ്പം നിന്നില്ലെന്ന പരാതിയുമായി വഞ്ചിയൂർ കോടതിയിൽ സീനിയർ അഭിഭാഷകന്റെ മർദ്ദനത്തിനിരയായ അഭിഭാഷക ശ്യാമിലി. ബാർ അസോസിയേഷനിലെ ഭൂരിപക്ഷവും കാര്യമെന്തെന്ന് അറിയാതെ തനിക്കെതിരെ കഥകൾ പ്രചരിപ്പിക്കുകയാണ്. തന്റെ കാലുകൊണ്ട് മുഖത്തടിച്ചതുപോലെയാണ് പലരുടെയും അഭിപ്രായം. സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ലെന്ന് പൂർണ്ണ ബോധ്യമായതായും കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുമെന്നും ശ്യാമിലി പറഞ്ഞു. അഭിഭാഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ശ്യാമിലി ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. ശബ്ദരേഖ ന്യൂസ് 18 ലഭിച്ചു. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ എനിക്കെതിരെ ശരിക്കും വിക്ടിം ബ്ലെയിമിംഗ് മാത്രമാണ്. ഇന്ന് മീഡിയാസ് എന്നോട് കുത്തി പല ഭാഗത്തു നിന്നും ചോദിച്ചിട്ടും എനിക്ക് അതുവരെയും എനിക്ക് അങ്ങനെ ഒരു ചിന്തയെ തോന്നിയിട്ടില്ല. എൻ്റെ നെഗറ്റീവ് വരും. ഞാൻ അപ്പോഴും പറയുന്നതാ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും, എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ നിൽക്കും. പക്ഷെ അങ്ങനെയല്ല എന്ന് ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി. ഈ ബാർ അസോസിയേഷനിലുള്ള ചുരുക്കം എല്ലാവരെയും ഞാൻ കണ്ണടച്ച് ആക്ഷേപിക്കുന്നില്ല. അത് ഞാൻ അവരോട് ചെയ്യുന്ന പാവമായിരിക്കും. എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ട്. അവര് നിൽക്കെ തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. പക്ഷെ അതിലുപരി ഈ കാര്യം എന്താ എന്ന് പോലും അറിയാതെ ഒരു കാര്യവും കേട്ട് എന്തൊക്കെയോ കഥകൾ പല സൈഡിൽ നിന്നും ഒരിടത്ത് ഞാൻ തുണി പിടിച്ച് വലിച്ചു. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റോറി. എന്തൊക്കെ സ്റ്റോറി പറയുന്നു, എന്തോ ആയിക്കോട്ടെ, അതും ഞാൻ പറയുക, ഡിഫൻസ് എന്ത് വേണോ എടുക്കും, അതിലൊന്നും എനിക്ക് യാതൊരു പരാതിയില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. എന്നിട്ടും ഇത്രയും വിക്ടിം ബ്ലെയിം ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. എൻ്റെ എവിഡൻസ് എൻ്റെ മുഖത്തുണ്ട്. അത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി. അത് നാളെ ഞാൻ ഇത് മീഡിയയെ അറിയിക്കും. ഇതിൽ യാതൊരു തർക്കവും വേണ്ട. ഇതുവരെ ഞാൻ എൻ്റെ ബാർ അസോസിയേഷനെതിരായിട്ടോ നമ്മുടെ സെക്രട്ടറിക്കെതിരായിട്ടോ മനഃപൂർവ്വമായിട്ട് അറിഞ്ഞുകൊണ്ട് യാതൊരു സത്യസന്ധമല്ലാത്ത യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്കെതിരെ നടക്കുന്നത്, ഇത് എൻ്റെ കേസിനെ ഏത് വിധത്തിൽ ബാധിച്ചു എന്ന് പറഞ്ഞാലും, പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാലും എനിക്ക് വെറുതെ വിട്ടോട്ടെ, ഞാൻ സാറ്റിസ്ഫൈഡ് ആകുന്ന നീതി എനിക്ക് ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഈ കേസിൽ എന്ത് തന്നെ വന്നാലും അതെന്റെ രോമത്തിൽ പോലും തൊടില്ല. അത് ഒന്നാമത്തെ കാര്യം. പക്ഷെ ഇവിടെ ഓരോരുത്തരും പറയുന്ന ഓരോരോ വാക്കുകൾ നാളെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ സഹോദരികൾക്കോ ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഈ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ എന്റെ സ്ഥാനത്ത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ആരെങ്കിലും നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകൂ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് യാതൊരുവിധ തർക്കവും ഇല്ല എന്ന്. പക്ഷേ ഇതിപ്പോ ഞാൻ എൻ്റെ കാലുകൊണ്ട് ഞാൻ എൻ്റെ മുഖത്ത് അടിച്ചതുപോലെയാണ് ഇവിടെ ഓരോരുത്തരുടെ അഭിപ്രായം. ഞാൻ വീണ്ടും പറയാണ്, എൻ്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ മറന്നിട്ടല്ല. പക്ഷേ ഈ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നും തന്നെ മീഡിയ അറിയിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അറിയിച്ചിട്ടില്ലാത്ത മനഃപൂർവ്വമല്ല, ഇത് ഇന്ന് മുതൽ തുടങ്ങിയ കാര്യമാണ്. ഇപ്പോഴാണ് ഞാൻ ഇത്രയും ഇത് നോട്ടീസ് ചെയ്യുന്നത്. ഞാനിത് ഉറപ്പായിട്ടും ഞാനിത് അറിയിക്കും. പബ്ലിക് അറിയട്ടെ എന്താണ് സ്വന്തം. ഇപ്പോ സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല, കേരള ജനതയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അവരറിയട്ടെ എന്താ ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ള കാര്യം അവരറിയട്ടെ. അതിന് മീഡിയ ആണ് എന്നെ സഹായിക്കുന്നതെങ്കിൽ ഞാൻ ആ മീഡിയയുടെ ഒപ്പം തന്നെയാണ്. അതിലിനിയിപ്പോ ഏത് കൊടുകുത്തി വാഴുന്ന സീനിയർ എനിക്കെതിരെ തിരിഞ്ഞാലും എനിക്ക് എൻ്റെ രോമത്തിൽ തൊടില്ല എന്നുള്ളതാണ്. എനിക്കെതിരെ കേസ് എടുക്കുകയോ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരെ ഇനി കൗണ്ടർ കേസ് കൊടുക്കുകയോ എനിക്കെതിരെ കേസെടുത്ത് എന്നെ ജയിലിൽ അടച്ചാൽ പോലും ഈ പറഞ്ഞതിൽ ഒരു മാറ്റം ഉണ്ടാകില്ല. ഇതാണ് അഭിഭാഷകയുടെ വാക്കുകൾ. അവർ തന്റെ സഹപ്രവർത്തകർ ഒപ്പം നിന്നില്ല എന്ന വളരെ വേദനിപ്പിക്കുന്ന ശബ്ദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പൊതുസമൂഹം അവർക്കൊപ്പം നിൽക്കുമ്പോഴും സഹപ്രവർത്തകർ എന്തുകൊണ്ടുണ്ടായില്ല, എന്തുകൊണ്ടാണ് അഭിഭാഷക സമൂഹത്തിൽ ഇതൊരു വേദനയായി മാറാത്തത് എന്ന പ്രസക്തമായ ചോദ്യം കൂടി വരുന്നുണ്ട്. ഇതിനിടയിൽ ഈ ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയുന്നുണ്ട്. JFM 12-ാം നമ്പർ കോടതിയാണ് വിധി പറയുന്നത്. ഇന്നലെ കേസ് പരിഗണിച്ച കോടതി അവധിയായതിനാൽ പുതിയ കോടതി ഈ കേസിൽ ഇന്ന് വിധി പറയുമെന്നതാണ് സാഹചര്യം. വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, നമ്മൾ ഈ വാർത്ത ഈ ശബ്ദ സംപ്രേഷണം നടത്തിയതിന് ശേഷം, ഈ ശ്യാമിലിയുടെ ശബ്ദം പുറത്തുവിട്ടതിന് ശേഷം അഭിഭാഷക സമൂഹത്തിനിടയിൽ തന്നെ വലിയ ചർച്ച നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, മുമ്പ് നമ്മോട് പ്രതികരിച്ച പ്രധാനപ്പെട്ട ചില അഭിഭാഷകരടക്കം ചൂണ്ടിക്കാണിച്ച കാര്യം, എന്തുകൊണ്ട് തൊഴിലിടത്തെ സംരക്ഷണ നിയമങ്ങളൊന്നും അഭിഭാഷകർക്കിടയിൽ ബാധകമാവുന്നില്ല എന്ന പ്രസക്തമായ ചോദ്യമാണ്. നിയമവാഴ്ചയെ ഒട്ടും അംഗീകരിക്കാത്ത ഒരു വിഭാഗമായി ഇവർ മാറിയോ എന്ന പ്രസക്തമായ കാര്യം കൂടിയുണ്ട്. കാരണം നിയമത്തിൻ്റെ സംരക്ഷകരാണ് അഭിഭാഷകർ എന്നതുകൂടിയാണ് നമുക്ക് ശക്തമായി പറയേണ്ടി വരുന്നത്. എന്താണ്
എങ്ങനെയാണ് ശ്യാമിലിയുടെ ശബ്ദ സംപ്രേഷണത്തിന് ശേഷം ഈ അഭിഭാഷക സമൂഹം ഇതിനെ ഏറ്റെടുക്കുന്നത്? എങ്ങനെയാണ് അവർക്ക് ആ പിന്തുണ കിട്ടുന്നുണ്ടോ? സത്യത്തെ അഭിഭാഷകർക്ക് വേദനയുണ്ട്. അത് ശ്യാമിലിക്കുണ്ടായ വേദനയല്ല അവരെ വേദനിപ്പിക്കുന്നത്. പകരം ബേലിൻദാസ് ജയിലിലായതാണ് അവരെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത്. അയാൾ സാത്വികനായ, അയാൾ സൗമ്യനായ ഒരാളാണ്. അയാളെ പ്രകോപിപ്പിച്ചത് ചെയ്യിച്ചു ഉള്ളതാണ് ഒരു ഭൂരിപക്ഷം അഭിഭാഷകരും ഇപ്പോൾ കരുതുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് അവരുടെ ചർച്ചകൾ അങ്ങനെയാണ്. വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ബാർ അസോസിയേഷൻ യോഗത്തിലുമൊക്കെ ചർച്ചകൾ അങ്ങനെയാണ്. ശ്യാമിലി എന്ന ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയാണ് ചർച്ച. അതാണ് അവരെ ഇത്രയധികം വേദനിപ്പിക്കുന്നത്. ആ വേദനയാണ് അവർ ഈ ശബ്ദ സന്ദേശത്തിലൂടെ പങ്കുവച്ചത്. ഇപ്പോഴും എങ്ങനെ ഈ വാർത്ത പുറത്തുപോയി എന്നതിനെ ചൊല്ലിയാണ് അവരിൽ തർക്കങ്ങൾ. മാധ്യമങ്ങൾക്ക് ഇത് കിട്ടിയതിൽ, ന്യൂസ് 18 കിട്ടിയതിൽ വലിയ അപരാധമായാണ് അവർ ഇതിനെ കാണുന്നത്. അപ്പുറത്തേക്ക് ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളുടെ വസ്തുത, അതിൻ്റെ മെരിറ്റ് അല്ല മഞ്ചൂരിലെ തിരുവനന്തപുരത്തെ അഭിഭാഷക സമൂഹത്തിൽ ഭൂരിപക്ഷവും ചർച്ച ചെയ്യുന്നത്. ഈ തുടക്കം മുതൽ വിഷയം വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ പോലും ഈ അഭിഭാഷകനെ ബേലിൻദാസ് രക്ഷിക്കാനുള്ള ശ്രമമാണ് വഞ്ചൂർ ബാറിലെ അഭിഭാഷകർ സ്വീകരിച്ചത്. പോലീസിനെ തടയുന്നു, അയാളുടെ അറസ്റ്റ് വൈകിപ്പിക്കുന്നു, അയാൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കുന്നു. അതിനുശേഷം ഇവരുടെ വിഷയമായി ഒരു കൂട്ടം അഭിഭാഷകർ ഇവരെ ആശ്വസിപ്പിക്കാനും ആശുപത്രി കൊണ്ടുപോകാനും ഒക്കെ എത്തുമ്പോൾ കൂടെ നിന്നവരിൽ പലരും പിന്നീട് അതേ ആളുകൾ അതേ വേഷത്തിൽ അടുത്ത ദിവസം ഈ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ ഇയാളെ പോലീസ് പിടികൂടി കൊണ്ടുവരുമ്പോൾ മെനങ്ങാന്ന് രാത്രി അവിടെ എത്തിയിരുന്നു. കോടതിയിൽ ഇയാൾക്ക് പിന്തുണയുമായി എത്തിയിരുന്നു, അയാളെ ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു. അതിനുശേഷമാണ് വലിയ തരത്തിലൊരു ക്യാമ്പയിൻ തരത്തിൽ ശ്യാമിലിക്കെതിരെയുള്ള പ്രചരണം ആരംഭിച്ചത്. ബാർ അസോസിയേഷൻ യോഗത്തിൽ തലേ ദിവസമാണ് അത്തരമൊരു നീക്കങ്ങൾ തുടങ്ങിയത്. ശ്യാമിലിയുടെ ഭാഗത്താണ് തെറ്റ്, ശ്യാമിലി പ്രകോപിപ്പിച്ചതാണ് ഇതിന് കാരണം, അല്ലെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകില്ലായിരുന്നു. അതാണ് അവരുടെ ന്യായവാദം. ഈ ബേലിൻദാസിന്റെ ജാമ്യാപേക്ഷയിലും പറഞ്ഞത് ശ്യാമിലിയാണ് പ്രകോപനമുണ്ടാക്കിയത്, ശ്യാമിലിയാണ് ഇയാളെ ആക്രമിച്ചത്. അയാളുടെ ചെവിയിൽ അടികിട്ടി, കേൾവി പ്രശ്നങ്ങളുണ്ടായി, അയാളുടെ പുരുകത്ത് നഖം കൊണ്ട് മുറിവേറ്റ പാടുണ്ട്, കണ്ണട അടിച്ചു തകർത്തു. അങ്ങനെ ഒരു ഇരയായി ബേലിൻദാസ് മാറുകയായിരുന്നു. പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും ഇരയായി കണ്ണുള്ളവർക്ക് കണ്ണ് തുറന്ന് കാണാൻ കഴിയുന്നത് ശ്യാമിലി ദാസിൽ തന്നെയാണ് ഇര. അത്രയധികം ക്രൂരമായ ആക്രമണമാണ് ആ പെൺകുട്ടിക്ക്, യുവ അഭിഭാഷകയ്ക്ക് നേരിടേണ്ടി വന്നത്. പക്ഷേ അഭിഭാഷക സമൂഹത്തിലെ വലിയൊരു വിഭാഗം ഇപ്പോൾ ഇരയായി ഉയർത്തിക്കാട്ടുന്നത് ബേലിൻദാസിനെയാണ്. അയാൾക്ക് ജാമ്യം കിട്ടാത്തതാണ് അവരുടെ സങ്കടം, അയാൾ ജയിലിലായതാണ് അവരുടെ സങ്കടം. വർഗബോധമെന്നും ഒക്കെ നമുക്ക് പറയാമെങ്കിലും അവരുടെ അതേ വർഗത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് അടിയേറ്റ സംഭവം അഭിഭാഷകരെ ഭൂരിപക്ഷം പേരെയും വേദനിപ്പിക്കുന്നില്ല. പകരം ബേലിൻദാസിന് വേണ്ടിയാണ് അവരുടെ വിഷമവും അവരുടെ വാദങ്ങളും എന്നാണ് ഏറ്റവും വൈരുദ്ധ്യം നിറഞ്ഞ സംഗതി. അതുകൊണ്ട് കൂടിയാണ് അവർ ഇത്രയധികം സങ്കടത്തോടു കൂടി ഇങ്ങനൊരു ശബ്ദ സന്ദേശം ഇട്ടത്. എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാ തലങ്ങളിലും അവരെ കുറ്റപ്പെടുത്തിയുള്ള ചർച്ചകൾ വരുന്നു. പുതിയ പുതിയ കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നു, ആ കഥകൾ പ്രചരിപ്പിക്കുന്നു. മാധ്യമങ്ങളിൽ കാണുമ്പോൾ പോലും ഈ അഭിഭാഷക സംഘടന നേതാക്കൾ പോലും ശ്യാമിലിയെ കുറ്റപ്പെടുത്തി ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു. അതാണ് അവരെ ഇത്രയധികം വേദനിപ്പിച്ചത്, അതാണ് അവരെ ഈ ഒരു ശബ്ദ സന്ദേശം ഇടാൻ പ്രേരിപ്പിച്ചതെന്ന് വേണം കരുതാൻ. അരുണ്, നമുക്കിത് ഒന്നുകൂടി ശക്തമായി ഇത് പറയേണ്ടി വരുന്നത് വഞ്ചൂർ കോടതിയിൽ പൊതുവിൽ അഭിഭാഷകർക്കിടയിൽ ഉണ്ടായിരുന്ന ചില മോശം പ്രവണതകൾ കൂടിയാണ്. കാരണം നമുക്കറിയാം, മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിൽ അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ അറിയാം. ഇതിൽ അഭിഭാഷകർ ഒരു ന്യായീകരണവും ഇല്ലാതെ കടന്നാക്രമിക്കുന്ന ശൈലി ഉണ്ടായി. അത് മുമ്പുണ്ടായ സംഭവം മാത്രമല്ല, ഇന്നലെ പോലും അത് ആവർത്തിച്ചു എന്നതാണ് അവിടെ ഉണ്ടായ സാഹചര്യം. ഇത്തരത്തിൽ തങ്ങൾ മറ്റൊരു ഗ്രൂപ്പാണ്, മറ്റൊരു മേഖലയാണ്, ഈ രാജ്യത്തെ നിയമവാഴ്ച ആ തരത്തിൽ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന നിലപാടെടുക്കുന്ന ഒരു വിഭാഗമായി അവർ മാറി എന്നതൊരു പൊതു സത്യമാണ്. ഇതിനിടയിലാണ് അവർക്കിടയിൽ പോലും ഒരു സഹപ്രവർത്തകയ്ക്ക് സംരക്ഷണം കൊടുക്കാൻ, ഒരു വനിതയ്ക്ക് സംരക്ഷണം കൊടുക്കാൻ പോലുമുള്ള ഒരു പൊതുബോധം അവർക്കിടയിൽ ഉണ്ടാവുന്നില്ല എന്ന കാര്യം. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. മറ്റ് കോടതികളിൽ, അത് കേരളത്തിൽ എന്നല്ല രാജ്യത്ത് തന്നെ മറ്റൊരു കോടതികളിലും ഇല്ലാത്ത ചില അധികാരങ്ങൾ, അവകാശങ്ങൾ ഉണ്ട് ധരിക്കുന്ന അഭിഭാഷക സമൂഹമാണ് വഞ്ചൂരിലേതെന്ന് നമ്മൾ നേരത്തെ പലതവണ നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. പലതവണ നമ്മൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ്. ഇപ്പോഴും മാധ്യമങ്ങൾക്ക് വിലക്കുള്ള, പോലീസിനെ ഇവരെ താങ്ങിയും വണങ്ങിയും മാത്രം കയറാൻ കഴിയുന്ന മേഖലയാണ് വഞ്ചൂർ കോടതി പരിസരം. യഥാർത്ഥത്തിൽ ജില്ലാ ജഡ്ജിൻ്റെ അധീനതയിലുള്ള, ജില്ലാ കോടതിയാണ്, ജില്ലാ ജഡ്ജിൻ്റെ അധീനതയുള്ള പ്രദേശമാണ് ഈ വഞ്ചൂർ കോടതി. പക്ഷേ അവിടെ ഭരിക്കുന്നത് ജില്ലാ ജഡ്ജല്ല, അല്ലെങ്കിൽ ഈ സ്വാധീനം ജില്ലാ ജഡ്ജിലല്ല എന്ന് വേണം. പല കാര്യങ്ങളിലും നിയമപരമായ ഒരുപക്ഷെ അദ്ദേഹത്തിന് തന്നെയാണ് പൂർണ്ണ അധികാരം. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് ഭാവിക്കുന്ന ഒരു കൂട്ടം അഭിഭാഷകരുടെ കേന്ദ്രമാണ് വഞ്ചൂർ കോടതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല, പോലീസുകാർ
പോലീസുകാരെ പലതവണ അതിനുള്ളിലിട്ട് SI-മാരും CI-മാരും ഒക്കെ വലിയ മർദ്ദനമേറ്റു വാങ്ങി. അതായത് ഈ അഭിഭാഷകർ പ്രതിയായ കേസുകളോ അല്ലെങ്കിൽ അഭിഭാഷകരെ നേരിട്ട് ഏതെങ്കിലും കേസുകളിൽ അറസ്റ്റ് ചെയ്യേണ്ട പോലീസുകാരുണ്ടെങ്കിൽ അവരെ തിരഞ്ഞുപിടിച്ച് അവരെ കൃത്യമായി പോയിന്റ് ചെയ്ത് അവർ ആ കോടതിയിലേക്ക് വരുമ്പോൾ അവരെ വളഞ്ഞിട്ടടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു റെയിൽവേ ഉദ്യോഗസ്ഥന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ തോക്കെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല സംഭവങ്ങൾ വഞ്ചൂർ കോടതിയിലുണ്ട്. ഇപ്പോൾ തന്നെ ഇന്നലെയും പല മാധ്യമപ്രവർത്തകർക്കും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു റിപ്പോർട്ടർ തന്നെ ആ കോടതിയുടെ മതിലിൽ ചാരി നിന്നു, ആ പ്രദേശത്ത് നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുള്ളി അവിടെ നിന്ന് ഇറങ്ങി പോകണം എന്ന് പുറത്താണ്, കോടതി വളപ്പിനുള്ളില്ല, പുറത്താണ് ആ മാധ്യമപ്രവർത്തകർ സംഭവമുണ്ടായി. നമ്മുടെ ക്യാമറാമാൻ അരുൺ എമ്മിനെ കോടതിക്ക് പുറത്തു നിന്ന് ഈ അഭിഭാഷകർ വരുന്നതും ഈ പ്രതി വരുന്നതും മൊബൈൽ ക്യാമറയിൽ ചിത്രീകരിക്കുമ്പോൾ അവിടെ തടഞ്ഞു വെച്ച് മൊബൈൽ വാങ്ങി നശിപ്പിക്കാൻ ശ്രമിച്ചു. പോലീസ് ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഇന്നലെ അത്തരമൊരു അരുണിൻ്റെ നമ്മുടെ ഉപകരണങ്ങൾ നഷ്ടമാകാത്തതും അല്ലെങ്കിൽ അരുണിൻ്റെ മർദ്ദനമേൽക്കാതെയും പോയത് പോലീസിൻ്റെ ആ സമയത്ത് ഇടപെടൽ കൊണ്ട് മാത്രമാണ്. എന്ത് ചിത്രീകരിക്കണം, എന്ത് റിപ്പോർട്ട് ചെയ്യണം, എവിടെ നിൽക്കണം, ഒരു വര അഭിഭാഷകർ വരയ്ക്കും. ആ വരയ്ക്കപ്പുറത്തേക്ക് വഞ്ചൂർ കോടതി പരിസരത്ത് ആർക്കും ചലിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത് വഞ്ചൂരിൽ ഇപ്പോൾ നിലനിൽക്കുന്നു. ആ അഭിഭാഷക സമൂഹം തന്നെ, അത് ഈ വഞ്ചൂർ കോടതിയിലെ മുഴുവൻ അഭിഭാഷകരും അല്ല നമ്മൾ ഈ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മളിത് പറയുന്നത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. പല അഭിഭാഷകർ നമ്മളെ പലപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്. ഇതിന് അവസാനം ഉണ്ടാകണം. മാധ്യമങ്ങൾക്ക് പ്രവേശനം വേണ്ട സ്ഥലമാണ്, പോലീസിന് പ്രവേശനം വേണ്ട സ്ഥലമാണ്, നിയമപ്രകാരം പ്രവർത്തിക്കേണ്ട സ്ഥലമാണ് കോടതി പരിസരം. പക്ഷേ അത് ഉണ്ടാകുന്നില്ല. അത് ഏതാനും അഭിഭാഷകർ മാത്രം കൈയടക്കുന്ന അവരുടെ മാത്രം ഒരു സ്ഥലമാക്കി മാറ്റാനുള്ള ശ്രമമാണ്. അവരാണ് നിയമത്തെ എല്ലാം വെല്ലുവിളിച്ചു മുന്നോട്ട് പോകുന്നത്. ആ കൂട്ടം തന്നെയാണ് ഇപ്പോൾ ഈ ഷാമിലി എന്ന യുവ അഭിഭാഷകർക്കെതിരെയും രംഗത്ത് വരുന്നത്. വലിയ പിന്തുണ അവർക്ക് മറ്റു അഭിഭാഷക സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട്. വനിതകളും അതുപോലെ തന്നെ പുരുഷന്മാരും ഉൾപ്പെടെയുള്ള ഒരു അഭിഭാഷക സമൂഹം അവർക്ക് വേണ്ടി എന്തിനും കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ മറ്റു വലിയൊരു വിഭാഗം അവർക്കെതിരെ വരുന്നു. അവർ ഈ ബേലിൻ ദാസ് എന്ന അഭിഭാഷകനെതിരെ പരാതി കൊടുത്തതുകൊണ്ട് മാത്രം അത് മാധ്യമങ്ങളെ അറിയിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപരാധമായി അവർ ഷാമിലിക്കെതിരെ കാണുന്നത്. എന്തിനെ മാധ്യമങ്ങളിൽ അറിയിച്ചു, എന്തിന് പോലീസിൽ കേസ് കൊടുത്തു, ഇതാണ് ചോദ്യം. അവിടെ ഓഫീസിൽ തീർക്കാവുന്ന വിഷയമായിരുന്നില്ലേ എന്നാണ് പറയുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു സമൂഹം അവരെ ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിൻ്റെ വേദന തന്നെയാണ് ഷാമിലി എന്ന അഭിഭാഷക പങ്കുവയ്ക്കുന്നത്. അരുൺ, ഒരു കാര്യം കൂടി, ഈ ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് എപ്പോൾ തീരുമാനമുണ്ടാകും? ഇത് സംബന്ധിച്ച സാധ്യതകൾ ഈ തരത്തിലാണ്. കാരണം ആ ഷാമിലിക്കേറ്റ പരിക്ക് അത് ഒറ്റനോട്ടത്തിൽ തന്നെ നമുക്ക് ബോധ്യമാണ്. അത്തരത്തിൽ ക്രൂരമായ മർദ്ദനമേറ്റ വ്യക്തിയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിലെ കോടതി നടപടികളിലെ സാധ്യതകൾ എപ്രകാരമാണ്? എപ്പോഴേക്കും തീരുമാനം വരും? 11 മണിയോടുകൂടിയാണ് കോടതി കേസ് പരിഗണിക്കുക. ഇന്നലെ പരിഗണിച്ച JFMC 11 നമ്പർ കോടതിയാണ് ഇന്നലെ ഈ കേസ് ഇയാളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ഇന്ന് ആ കോടതി അവധിയാണ്. ഇന്നല്ല 3 ദിവസത്തേക്ക് അവധിയാണ്. അതുകൊണ്ട് JFMC 12ലേക്കാണ് കേസ് മാറ്റി. ചെക്ക് കേസുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന കോടതിയാണ്. അവിടേക്കാണ് ഇന്ന് ഇയാളുടെ ജാമ്യാപേക്ഷ വരുന്നത്. 11 മണിയോടുകൂടി കോടതി ആരംഭിക്കും. 11 മണിക്ക് കോടതി ആരംഭിക്കും, നടപടികൾ ആരംഭിക്കും. ഒരുപക്ഷെ 11:30 മുമ്പ് തന്നെ ഇയാളുടെ ജാമ്യ ഹർജിയിൽ തീരുമാനമുണ്ടാകും. ജാമ്യം നൽകാനാണോ അല്ലെങ്കിൽ മാറ്റിവെക്കാനാണോ തീരുമാനമെന്ന കാര്യത്തിൽ മജിസ്ട്രേറ്റ് തന്നെയാണ് പൂർണ്ണ അധികാരം. നിലവിലെ സാഹചര്യങ്ങളോട് പരിഗണിച്ച ശേഷം കോടതി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അയാൾക്ക് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയാണ് പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ പ്രോസിക്യൂഷൻ ഇന്നും ജാമ്യാപേക്ഷയെ ശക്തമായി തന്നെ എതിർക്കും. കാരണം ഇയാൾ പുറത്തു വന്നാൽ അയാളുടെ ഓഫീസിലുള്ള ഒരു ജൂനിയർ അഭിഭാഷകയാണ്, വളരെ ജൂനിയറായ ഒരു അഭിഭാഷകയാണ്. മാത്രമല്ല ആ പെൺകുട്ടി അയാൾക്ക് അനുകൂലമായി പോലും ഓഫീസിൽ നിന്ന് പോലും മൊഴി വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കേസ് അട്ടിമറിക്കാൻ, ഈ സാക്ഷി സ്വാധീനിക്കാൻ, ഈ ഇരയെ സ്വാധീനിക്കാൻ ശ്രമം ഉണ്ടാകുമെന്ന വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കും. ഇയാളെ കൂടുതൽ ദിവസം ജയിലിലിടുന്നതാണ് കേസ് മുന്നോട്ട് പോകാൻ സഹായിക്കുക എന്ന വാദമാകും പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുക. എന്തായാലും ബെയിലിൻ ദാസിന് ജാമ്യം കിട്ടുമോ എന്ന കാര്യത്തിൽ ഇന്നറിയാം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഷാമിലി എന്ന സഹപ്രവർത്തക, എന്ന അഭിഭാഷക, യുവ അഭിഭാഷക, ഒരു വനിതാ അഭിഭാഷക, അവർക്കൊരു പൊതുസമൂഹത്തിൽ കിട്ടേണ്ട പരിഗണന എന്തുകൊണ്ട് കിട്ടാതെ പോകുന്നു? മറ്റാരും ഒപ്പം നിന്നില്ലെങ്കിലും ഒപ്പം നിൽക്കേണ്ടത് സഹപ്രവർത്തകരാണ്. പക്ഷേ അഭിഭാഷക സമൂഹത്തിനുള്ളിൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു വേദനയുണ്ടാവാത്തത്? മറിച്ച് അവർക്ക് ഈ വാർത്തകൾ ചർച്ച ചെയ്യപ്പെടുന്നതിൽ മാത്രം വേദനപ്പെടുന്ന അഭിഭാഷക സമൂഹം സഹപ്രവർത്തകരുടെ വേദന കാണാതെ പോകുന്നു എന്ന ഏറ്റവും ക്ലേശകരമായ സാഹചര്യമാണ്. ഏറ്റവും മോശം പ്രവണത വച്ചു പുലർത്തുന്ന വഞ്ചൂർ കോടതിയിലെ അഭിഭാഷകർ എന്ന് നന്നാവും എന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ എനിക്കെതിരെ ശരിക്കും വിക്ടിം ബ്ലെയിമിംഗ് മാത്രമാണ്. ഇന്ന് മീഡിയാസ് എന്നോട് കുത്തി പല ഭാഗത്തു നിന്നും ചോദിച്ചിട്ടും എനിക്ക് അതുവരെയും എനിക്ക് അങ്ങനെ ഒരു ചിന്തയെ തോന്നിയിട്ടില്ല. എൻ്റെ നെഗറ്റീവ് വരും. ഞാൻ അപ്പോഴും പറയുന്ന അതാ,
അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും, എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ നിൽക്കും. പക്ഷെ അങ്ങനെയല്ല എന്ന് ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി. ഈ ബാർ അസോസിയേഷനിലുള്ള ചുരുക്കം എല്ലാവരെയും ഞാൻ കണ്ണടച്ച് ആക്ഷേപിക്കുന്നില്ല. അത് ഞാൻ അവരോട് ചെയ്യുന്ന പാവമായിരിക്കും. എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ട്. അവര് നിൽക്കെ തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. പക്ഷെ അതിലുപരി ഈ കാര്യം എന്താ എന്ന് പോലും അറിയാതെ ഒരു കാര്യവും കേട്ട് എന്തൊക്കെയോ കഥകൾ പല സൈഡിൽ നിന്നും ഒരിടത്ത് ഞാൻ തുണി പിടിച്ച് വലിച്ചു. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റോറി. എന്തൊക്കെ സ്റ്റോറി പറയുന്നു, എന്തോ ആയിക്കോട്ടെ, അതും ഞാൻ പറയുക, ഡിഫൻസ് എന്ത് വേണോ എടുക്കും, അതിലൊന്നും എനിക്ക് യാതൊരു പരാതിയില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. എന്നിട്ടും ഇത്രയും വിക്ടിം ബ്ലെയിം ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. എൻ്റെ എവിഡൻസ് എൻ്റെ മുഖത്തുണ്ട്. അത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി. അത് നാളെ ഞാൻ ഇത് മീഡിയയെ അറിയിക്കും. ഇതിൽ യാതൊരു തർക്കവും വേണ്ട. ഇതുവരെ ഞാൻ എൻ്റെ ബാർ അസോസിയേഷനെതിരായിട്ടോ നമ്മുടെ സെക്രട്ടറിക്കെതിരായിട്ടോ മനഃപൂർവ്വമായിട്ട് അറിഞ്ഞുകൊണ്ട് യാതൊരു സത്യസന്ധമല്ലാത്ത യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്കെതിരെ നടക്കുന്നത്, ഇത് എൻ്റെ കേസിനെ ഏത് വിധത്തിൽ ബാധിച്ചു എന്ന് പറഞ്ഞാലും, പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാലും എനിക്ക് വെറുതെ വിട്ടോട്ടെ, ഞാൻ സാറ്റിസ്ഫൈഡ് ആകുന്ന നീതി എനിക്ക് ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഈ കേസിൽ എന്ത് തന്നെ വന്നാലും അതെന്റെ രോമത്തിൽ പോലും തൊടില്ല. അത് ഒന്നാമത്തെ കാര്യം. പക്ഷെ ഇവിടെ ഓരോരുത്തരും പറയുന്ന ഓരോരോ വാക്കുകൾ നാളെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ സഹോദരികൾക്കോ ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഈ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ എന്റെ സ്ഥാനത്ത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ആരെങ്കിലും നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകൂ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് യാതൊരുവിധ തർക്കവും ഇല്ല എന്ന്. പക്ഷേ ഇതിപ്പോ ഞാൻ എന്റെ കാലുകൊണ്ട് ഞാൻ എൻ്റെ മുഖത്ത് അടിച്ചതുപോലെയാണ് ഇവിടെ ഓരോരുത്തരുടെ അഭിപ്രായം. വീണ്ടും പറയാണ്, എൻ്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ മറന്നിട്ടല്ല. പക്ഷേ ഈ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നും തന്നെ മീഡിയ അറിയിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അറിയിച്ചിട്ടില്ലാത്ത മനഃപൂർവ്വമല്ല, ഇത് ഇന്ന് മുതൽ തുടങ്ങിയ കാര്യമാണ്. ഇപ്പോഴാണ് ഞാൻ ഇത്രയും ഇത് നോട്ടീസ് ചെയ്യുന്നത്. ഞാനിത് ഉറപ്പായിട്ടും ഞാനിത് അറിയിക്കും. പബ്ലിക് അറിയട്ടെ എന്താണ് സ്വന്തം. ഇപ്പോ സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല, കേരള ജനതയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അവരറിയട്ടെ എന്താ ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ള കാര്യം അവരറിയട്ടെ. അതിന് മീഡിയ ആണ് എന്നെ സഹായിക്കുന്നതെങ്കിൽ ഞാൻ ആ മീഡിയയുടെ ഒപ്പം തന്നെയാണ്. അതിലിനിയിപ്പോ ഏത് കൊടുകുത്തി വാഴുന്ന സീനിയർ എനിക്കെതിരെ തിരിഞ്ഞാലും എനിക്ക് എൻ്റെ രോമത്തിൽ തൊടില്ല എന്നുള്ളതാണ്. എനിക്കെതിരെ കേസ് എടുക്കുകയോ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരെ ഇനി കൗണ്ടർ കേസ് കൊടുക്കുകയോ എനിക്കെതിരെ കേസെടുത്ത് എന്നെ ജയിലിൽ അടച്ചാൽ പോലും ഈ പറഞ്ഞതിൽ ഒരു മാറ്റം ഉണ്ടാകില്ല. ആർജവത്തോടെയാണ് ശ്യാമിലി നിലപാടെടുക്കുന്നത്. പൊതുസമൂഹം എന്തായാലും അവർക്കൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അഭിഭാഷക സമൂഹം സഹപ്രവർത്തകയ്ക്ക് നീതി കിട്ടാൻ ഒപ്പം നിൽക്കുന്നില്ലെങ്കിലും പൊതുസമൂഹവും മാധ്യമങ്ങളുമെങ്കിലും അവർക്കൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പ് നമുക്ക് പങ്കുവയ്ക്കാം.